ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ക്ലാസ്സിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിക്കാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് ആക്സലറേഷൻ. അപ്പൊ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആക്സലറേഷനും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി വെലോസിറ്റി ബൈ ടൈം, അതാണ് ആക്സലറേഷൻ. അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്, ബൈ എസ് അല്ലെ. ദെൻ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ ടി റൈസ് ടു -2 ആണ്. എം റൈസ് ടു 0 എൽ ടി റൈസ് ടു -2 ആണ് ആക്സലറേഷന്റെ ഡയമെൻഷൻ എന്ന് പറയാം. ഡയമെൻഷൻ. അടുത്ത നമ്മൾ ആവറേജ് ആക്സലറേഷൻ. ആവറേജ് ആക്സലറേഷൻ നമ്മൾ A-bar കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവെൽ, അതിനാണ് നമ്മൾ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവെൽ. ടൈം ഇന്റർവെൽ. അപ്പൊ നമ്മളൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന കേസിൽ T1 ടൈമിലെ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്. T2 ടൈമിലെ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V2 ആണ്. ഈ കേസിൽ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത് V2 ചേഞ്ച് ഇൻ വെലോസിറ്റി V2 മൈനസ് V1 ബൈ T2 മൈനസ് T1. പിന്നെ നമ്മൾ ഒന്നുകൂടി എഴുതിയാൽ ഡെൽറ്റ V ബൈ ഡെൽറ്റ T എന്ന് എഴുതാം. ആവറേജ് ആക്സലറേഷൻ A-bar is equal to ഡെൽറ്റ V ബൈ ഡെൽറ്റ T. ഇതും എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അടുത്ത ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. Instantaneous acceleration. Acceleration at any instant is known as instantaneous acceleration. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിച്ചു. അതേ മെത്തേഡ് തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ കണ്ടുപിടിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത്. The value of average velocity at which the time interval becomes 0 or time interval becomes infinitesimally small. ടൈം ഇന്റർവെല് ഇൻഫിനിറ്റ്സിമലി സ്മോൾ ആകുമ്പോൾ ഉണ്ടാകുന്ന ആവറേജ് ആക്സലറേഷനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളി ആക്സലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനെയാണ്. A is equal to ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0 ഡെൽറ്റ V ബൈ ഡെൽറ്റ T. ഇത്രയും നമുക്കറിയാം ഒരു ഓപ്പറേറ്റർ ആണ്. ഇതിനെ നമ്മൾ മാറ്റി എഴുതിയാൽ dV ബൈ dt എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ആക്സലറേഷൻ A is equal to dV by dt. ഇനി നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ആക്സലറേഷന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ മാഗ്നിറ്റ്യൂഡിന് വരുന്ന, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് വരുന്ന ചേഞ്ച് ആവാം, വെലോസിറ്റിയുടെ ഡയറക്ഷന് വരുന്ന ചേഞ്ച് ആവാം, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും രണ്ടിനും കൂടി വരുന്ന ചേഞ്ച് ആവാം. ഈ കേസിലെല്ലാം ആക്സലറേഷൻ ഉണ്ടാകുന്നു. വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ മാഗ്നിറ്റ്യൂഡിനുണ്ടാകുന്ന ചേഞ്ച്, അപ്പോൾ ആക്സലറേഷൻ ഉണ്ടാകുന്നു. വെലോസിറ്റിയുടെ ഡയറക്ഷൻ, മുന്നോട്ട് പോകുന്ന തിരികെ വരുന്നു, ഡയറക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അപ്പോഴും ആക്സലറേഷൻ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഒരേ സമയം ഡയറക്ഷനും ചേഞ്ച് ചെയ്യാം, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാം, അപ്പോഴും എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി വെലോസിറ്റി പോസിറ്റീവും നെഗറ്റീവും 0 ആണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ആക്സലറേഷനും എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ചേഞ്ച് ഇൻ വെലോസിറ്റി, ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിയെക്കാളും പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കൂടുവാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിയെക്കാളും പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കുറയുകയാണ്, അങ്ങനെയാണെങ്കിൽ V2 മൈനസ് V1 എന്നുള്ളത് നെഗറ്റീവ് ആകും. അപ്പോൾ ആക്സലറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും. ഇനി വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, V2 V1 സെയിം ആണ്. ആ കേസിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ആക്സലറേഷൻ പോസിറ്റീവ് ആക്സലറേഷൻ ഉണ്ട്, നെഗറ്റീവ് ആക്സലറേഷൻ ഉണ്ട്, 0 ആക്സലറേഷൻ ഉണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഫൈനൽ വാല്യൂ, ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയെക്കാളും കൂടുതലാണെങ്കിൽ അവിടെ പോസിറ്റീവ് ആക്സലറേഷൻ ആണ്. ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയെക്കാളും കുറവാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്.
ഫൈനൽ വെലോസിറ്റിയും ഇനിഷ്യൽ വെലോസിറ്റിയും സെയിം ആണെങ്കിൽ അവിടെ സീറോ ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് പോസിറ്റീവ് ആക്സിലറേഷൻ അത് അപ്വേർഡ് കർവ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഇരിക്കും പോസിറ്റീവ് ആക്സിലറേഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ടൈം നമ്മൾ എടുക്കുന്നത് എക്സ് ആക്സിസിലാണ്, പൊസിഷൻ എടുക്കുന്നത് വൈ ആക്സിസ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് പോസിറ്റീവ് ആക്സിലറേഷൻ പോസിറ്റീവ് എ. അതുപോലെ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് നെഗറ്റീവ് ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ. അടുത്ത പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് സീറോ ആക്സിലറേഷൻ. ആക്സിലറേഷൻ സീറോ ആകുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും. പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഇനി ആക്സിലറേഷൻ പലതരത്തിലുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം ആക്സിലറേഷൻ അഥവാ കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ കേസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. ടൈം ടി ആയിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v0. ടൈം ടി ഈക്വൽ ടു 0 ആയിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി v0. ടൈം ടി ആയിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി v ആയിട്ട് മാറി. അപ്പൊ ഈ കേസിൽ നമുക്ക് ആവറേജ് ആക്സിലറേഷൻ തന്നെയായിരിക്കും കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പം ആവറേജ് ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി എന്താണ് v മൈനസ് v0 ബൈ ടൈം ഇന്റർവെൽ t മൈനസ് 0 എന്ന് എടുക്കാം അല്ലെ. t1 ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മൾ എടുത്തത്. Therefore, A is equal to v minus v0 by t. ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതിയാൽ v is equal to v0 plus at എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. ഏത് കേസില്? കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ കേസിലെ വെലോസിറ്റി ടൈം ഗ്രാഫ്സ്. അത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരു 4 കേസിന്റെ 4 സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്തമായ കേസിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കേസ് ചെയ്യുന്നത് ഓബ്ജക്ട് മൂവിംഗ് വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. പോസിറ്റീവ് മുന്നോട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആക്സിലറേഷനും പോസിറ്റീവ് ആണ്. ആ കേസിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഷേപ്പിലായിരിക്കും വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടുക. അതായത് ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെയാണ് v എന്ന് പറയുന്ന കേസ്, ടൈം നമ്മൾ എടുക്കുന്നു. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ്. ദെൻ സെക്കൻഡ് കേസ് പോസിറ്റീവ് ഡയറക്ഷൻ, മുന്നോട്ടാണ് പോകുന്നത്. പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. മുന്നോട്ട് പോകുന്നു, പക്ഷെ സ്പീഡ് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കേസിലെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. ഇവിടെയാണ് v0 ടൈം, ഇത് വരും v വരും t. ഓക്കെ, ഇവിടെ ടൈം നമ്മൾ എടുക്കുന്നു, ഇവിടെ നമ്മൾ വെലോസിറ്റി എടുക്കുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അടുത്ത നെഗറ്റീവ് ഡയറക്ഷൻ, എ ഓബ്ജക്ട് മൂവിംഗ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നമ്മൾ വരച്ചാല് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ മൈനസ് v0, ഇവിടെ മൈനസ് v എന്ന് കൊടുക്കാം, ഇവിടെ t ആണ്. അടുത്ത നമ്മൾ പഴയ പോകുന്നത് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് t1 സമയം വരെ. അതിനുശേഷം നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകുന്നു, സ്പീഡ് കുറഞ്ഞ് മുന്നോട്ട് പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം t1 ശേഷം വണ്ടി പിറകോട്ട് വരുന്നു. അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ എവിടെ വരെ? t1 വരെ. അതിനുശേഷം നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നമ്മൾ ഗ്രാഫ് വരച്ചാല് നമുക്ക് ഗ്രാഫ് കിട്ടുക ഇങ്ങനെയാണ്. t1 വരെ, t1 ഇതിന് വന്നാൽ t2 എന്ന് കാണിക്കാം. ഇത് ടൈമിന്റെ കേസ്, ഇത് വെലോസിറ്റിയുടെ കേസ്. ഓക്കെ, അപ്പൊ ഈ 4 കേസുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇത് പോസിറ്റീവ് ഓബ്ജക്ട് മൂവിംഗ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ, ദെൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. ഇത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, നെഗറ്റീവ് ആക്സിലറേഷനോട് കൂടി എപ്പം വരെ? t1 ടൈം വരെ. അതിനുശേഷം നെഗറ്റീവ് ഡയറക്ഷനിൽ തന്നെ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന കേസ്. ഓക്കെ,
നമ്മളിപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഒക്കെ വരയ്ക്കാം. അപ്പൊ ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെയും വെലോസിറ്റി ടൈം ഗ്രാഫിന്റെയും ഒക്കെ സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ കേസ്. ഇപ്പൊ ഒരു പോസിറ്റീവ് വെലോസിറ്റി ഉള്ള യൂണിഫോം മോഷനിലെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. ടൈം, പൊസിഷൻ, ടൈം T1 ആയിരുന്നപ്പോൾ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് x1 ആണ്. ടൈം T2 ആയിരുന്നപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് x2 ആണ്. x2. ഇനി ഈ ഗ്രാഫ് x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ആംഗിളിനെ നമുക്ക് തീറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ വേണേ തീറ്റ കൊടുക്കാം, ഇവിടെ വേണമെങ്കിലും തീറ്റ കൊടുക്കാം. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ സ്ലോപ്പ് കാണാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എടുത്താൽ മതി. ടാൻ തീറ്റ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ തീറ്റ എടുക്കുന്ന എപ്പോഴും എന്തെങ്ങനെയായിരിക്കണം? എക്സ് ആക്സിസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം തീറ്റ എടുക്കുക. ഇനി സ്ലോപ്പ് കാണാനായിട്ട് നമുക്കറിയാം എന്താണ്? ചേഞ്ച് ഇൻ y കമ്പോണന്റ് ബൈ ചേഞ്ച് ഇൻ x കമ്പോണന്റ്. അപ്പൊ y കമ്പോണന്റിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ബൈ x കമ്പോണന്റിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിനാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ്. ഓക്കെ, ഈ കേസിൽ y ആക്സിസിൽ വരുമ്പോൾ നമുക്ക് കിട്ടും x2 മൈനസ് x1. കേസിൽ എടുക്കുവാണെങ്കിൽ x2 മൈനസ് x1 ബൈ T2 മൈനസ് T1 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? x2 മൈനസ് x1 ബൈ T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ഇതാണ് വെലോസിറ്റിയാണ്. വെലോസിറ്റി. ഓക്കെ, ഇവിടെ നാം നോക്കിയാൽ അറിയാം x2 മൈനസ് x1 പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും കേസിൽ. പോസിറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിന്റെ സ്ലോപ്പ് എപ്പോഴും പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ് നമുക്ക് കിട്ടുന്നത്? വെലോസിറ്റി. ഇനി നെഗറ്റീവ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് എടുക്കാം ഇത് T1 ടൈം, T2 ടൈം, പൊസിഷൻ x2 വരും, ഇത് x1 വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? x2 മൈനസ് x1 എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട് പോകും. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതില് നെഗറ്റീവ് വെലോസിറ്റിയില് മൂവ് ചെയ്യുന്ന കേസിൽ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ ആംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് ഉണ്ടാക്കുന്നത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഇതാണ്. ഓക്കെ, അപ്പൊ തീറ്റയുടെ വാല്യൂ തീറ്റ ഈസ് ലെസ് ദാൻ 90 ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90, സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ആണ്. ഓക്കെ, അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് തരുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്, ഓർത്തിരിക്കുക. അടുത്ത വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് പോസിറ്റീവ് ആക്സലറേഷൻ. പോസിറ്റീവ് ആക്സലറേഷൻ. ടൈം ഇവിടെ എടുത്തു, വെലോസിറ്റി v ഇവിടെ എടുത്തു. ഇവിടെ T1 വെലോസിറ്റി v1, T2 വെലോസിറ്റി v2. ഇവിടെ സ്ലോപ്പ് എടുക്കുന്നു. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ചേഞ്ച് ഇൻ y കമ്പോണന്റ് ബൈ ചേഞ്ച് ഇൻ x കമ്പോണന്റ്. y കമ്പോണന്റ് മീൻസ് വെലോസിറ്റി ആണ്. v2 മൈനസ് v1 ബൈ T2 മൈനസ് T1. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കിട്ടും v2 മൈനസ് v1 ബൈ T2 മൈനസ് T1 എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ആണ്. നമുക്കറിയാം v2 മൈനസ് v1 ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. പോസിറ്റീവ് സ്ലോപ്പ് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ കേസ് തന്നെ നമ്മൾ നെഗറ്റീവ് ആക്സലറേഷൻ വരുന്ന കേസ് എടുക്കുന്നു. ഇവിടെ T ആണ്, ഇവിടെ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മൾ എടുത്ത T1 ഇത് T2 ഉള്ള സമയത്താണ്. ഇത് T1 ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് v1 ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് v2 ആണ്. ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇത് വരും തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് 90 കൂടുതലായിരിക്കും. തീറ്റയുടെ വാല്യൂ 90യിൽ കൂടുതലായിരിക്കും.
ഇവിടുത്തെ സ്ലോപ്പ് നമുക്ക് കിട്ടുന്നത് സ്ലോപ്പ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആക്സലറേഷന്റെ കേസിൽ എപ്പോഴും എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആക്സലറേഷന്റെ കേസിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ എന്താണ്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ. Slope of VT graph gives acceleration. Okay. അടുത്ത ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മളൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ള ഒബ്ജക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ടൈം ടി ഇവിടെ എടുക്കുന്നു. ഇതാണ് അതിന്റെ വെലോസിറ്റി ഒറിജിനൽ. അപ്പൊ അതിന്റെ വെലോസിറ്റിയിൽ നമ്മൾ ടൈം T1 T2 ഇതിനിടയ്ക്കുള്ള ഗ്രാഫ് നമ്മൾ വരച്ചാല് ഇങ്ങനെ കിട്ടും ഗ്രാഫ് അല്ലെ. ഇത് നമുക്ക് കൊടുത്തു. ഈ പോയിന്റിന് നമ്മൾ എ എന്ന് കൊടുത്തു, ബി എന്ന് കൊടുത്തു, സി എന്ന് കൊടുത്തു, ഡി എന്ന് കൊടുത്തു. 4 പോയിന്റ്സ്. ഏരിയ അണ്ടർ ദ VT ഗ്രാഫ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇത്രയും ഭാഗത്തിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ അണ്ടർ ദ VT ഗ്രാഫ്. ഇത് റെക്ടാംഗിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കൊടുക്കാം എന്താണ്? ഏരിയ അണ്ടർ ദ VT ഗ്രാഫ് ഇസ് ഈക്വൽ ടു AB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഉണ്ട് AB ഇൻറ്റു BC. AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് T ആണ്. T ഇൻറ്റു B വരും. ഓക്കെ, B ഇൻറ്റു T വരും. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് velocity is equal to displacement by time ആണ്. therefore displacement is equal to velocity into time ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? V into T എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. V into T എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ displacement. ഓർത്തിരിക്കുക, സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. Slope of velocity time graph gives acceleration. Slope of area under the velocity time graph gives displacement. Okay. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന equations of motion. An object moving in a straight line with constant acceleration A. ഇപ്പൊ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈനിലാണ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ മൂവ് ചെയ്യുന്ന കേസില് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടൈം T is equal to 0 ആകുമ്പോൾ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി V is equal to V0 കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. പൊസിഷൻ X is equal to X0 എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അതുപോലെ കുറച്ച് സമയത്തിന് ശേഷം T is equal to T, വെലോസിറ്റി V is equal to V ആൻഡ് X is equal to X ആണ്. അപ്പൊ നമുക്കറിയാം കോൺസ്റ്റന്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ആക്സലറേഷൻ തന്നെയാണ്. അതിന്റെ ഇക്വേഷൻ A bar is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവെൽ. ഈ കേസിൽ വരുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താണ്? V മൈനസ് V0 ബൈ ടൈം ഇന്റർവെൽ T മൈനസ് 0. ദാറ്റ് ഈസ് A ഇൻറ്റു T ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. A ഇൻറ്റു T ഈസ് ഈക്വൽ ടു P മൈനസ് V0. ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതിയാല് V ഈസ് ഈക്വൽ ടു V0 പ്ലസ് AT. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുന്ന പേര് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. വെലോസിറ്റി ടൈം റിലേഷൻ. ഓക്കെ. V എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി, V0 എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി, A എന്ന് പറയുന്ന ആക്സലറേഷൻ, T എന്ന് പറയുന്നത് ടൈം ആണ്. ഇനി ഈ ഇക്വേഷനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ചതാണ്. ഇത് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ X ആക്സിസിൽ നമ്മൾ ടൈം എടുത്തു, Y ആക്സിസിൽ നമ്മൾ വെലോസിറ്റി എടുത്തു. V0 AT. ഇതാണ് V എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ. ഇനി നമുക്ക് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്, നേരത്തെ പഠിച്ചു. അപ്പൊ ഇതിന്റെ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ കാണാനായിട്ട് പോവാണ്. ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിനെ 2 ഷേപ്പിലോട്ട് മാറ്റി. എന്ന് പറഞ്ഞാൽ ഇത് റെക്ടാംഗിളും ഇതൊരു ട്രയാംഗിളും ആയിട്ട് മാറ്റി. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റെക്ടാംഗിളിന്റെ ഏരിയ നമുക്കറിയാം ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ട്രയാംഗിളിന്റെ ഏരിയ നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ½ ഓക്കെ. അത് വെച്ച് നമ്മൾ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കാൻ പോവാണ്. VT graph is equal to
ഏരിയ അണ്ടർ ദ റെക്ടാംഗിൾ. ഇത് നമ്മളൊരു പേര് കൊടുത്തു. ഒ എ ബി സി ഡി. ഏരിയ അണ്ടർ ദ റെക്ടാംഗിൾ. റെക്ടാംഗിൾ എടുക്കുകയാണെങ്കിൽ ഒ എ സി ഡി വരും. ഒ എ സി ഡി പ്ലസ് ഏരിയ അണ്ടർ ദ ട്രയാംഗിൾ. ട്രയാംഗിൾ എന്ത് വരും? എ ബി സി വരും. എ ബി സി. ദാറ്റ് ഈസ് ഏരിയ അണ്ടർ ദ ബി ടി ഗ്രാഫ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ റെക്ടാംഗിൾ ഒ എസ് സി ഡി. റെക്ടാംഗിൾ ഒ എസ് സി ഡി എന്ന് പറയുമ്പോൾ ഈ സൈഡ് ഇൻറ്റു ഈ സൈഡ് വരും. ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എന്ത് കൊടുക്കാം? ഒ എ ഇൻറ്റു ഒ ഡി എന്ന് കൊടുക്കാം അല്ലെ. ഒ എ എന്ന് പറയുന്നത് എന്താണ്? B0. B0 ഇൻറ്റു ഒ ഡി എന്ന് പറയുന്ന ടി. B0 ടി എന്ന് കിട്ടി. പ്ലസ് ഇനി ഇവിടെ വരുമ്പോഴോ ഹാഫ് ബി എച്ച് ആണ് ട്രയാംഗിളിന്റെ. ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? എ സി ആയിട്ട് എടുക്കാം. എ സി ഇൻറ്റു എന്ത് വരും? ബി സി. സീക്വൽ ടു ഒ എ നമ്മൾ നേരത്തെ കണ്ടു. ഒ എ എന്ന് പറയുന്നത് എന്താണ്? B0 ഇൻറ്റു ടി ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എ സി എന്ന് പറയുന്നത് എ സി ടി ആയിട്ട് വരും. ബി സി എന്ന് പറയുന്നത് ഈ ലെന്താണ്. വി മൈനസ് V0. ഓക്കെ. ഇനി വി മൈനസ് V0 എന്താണ് നമുക്ക് നേരത്തെ അറിയാം. വി മൈനസ് V0 ഇസ് ഈക്വൽ ടു എ ടി ആണ്. അപ്പൊ ഇവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? V0 ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് V0ക്ക് പകരം നമ്മൾ എ ടി ഇൻറ്റു ടി കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുവാണെങ്കിൽ V0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഈ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് മീൻസ് എന്താ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. എങ്ങനെ വരും? V0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ ആണ് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. അപ്പൊ ഇവിടെ ചെയ്തത് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏരിയ അണ്ടർ ദ ഗ്രാഫിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. നമുക്കറിയാവുന്ന രണ്ട് രൂപത്തിലേക്ക് മാറ്റി. റെക്ടാംഗിളും ട്രയാംഗിളും. ഇവിടെ റെക്ടാംഗിളിന്റെ ഏരിയയും ട്രയാംഗിളിന്റെ ഏരിയയും കൂടി കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു V0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് എങ്ങനെയാണ് കിട്ടിയത്? ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇക്വേഷൻ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ അണ്ടർ ദ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കുവാണ്. എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു V0 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് V0. ഇതിനെടുക്കാം അല്ലെ. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു മാറ്റി എഴുതാം. അല്ലെങ്കിൽ എ ടിക്ക് പകരം വി മൈനസ് V0 കൊടുത്താൽ ഇങ്ങനെയാവും ഇക്വേഷൻ. ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. V0 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടീനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. വി മൈനസ് ഹാഫ് ഇൻറ്റു എക്സ്പാൻഡ് ചെയ്താം. വി ടി മൈനസ് ഹാഫ് ഇൻറ്റു V0 ടി. അടുത്ത സ്റ്റെപ്പില് ഇവിടെ ഒരു V0 ടി ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് V0 ടി ഉണ്ട്. ഒരുമിച്ച് എഴുതി V0 ടി ഇൻറ്റു 1 മൈനസ് ഹാഫ്. ഇവിടെ 1 ആണ്, ഇവിടെ ഹാഫ് ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു വി ടി. ഇവിടെ 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഹാഫ് ആണ്. ഹാഫ് ഇൻറ്റു V0 ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി ടി. രണ്ടിലും ഹാഫും ടിയും കോമൺ ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു V0 പ്ലസ് വി ഇൻറ്റു ടി എന്ന് കൊടുക്കാം. V0 പ്ലസ് വി ഇൻറ്റു ടി എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് എന്താണ്? എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് V0 ആണ്. അങ്ങനെയാണ് ടി ഇസ് ഈക്വൽ ടു വി മൈനസ് V0 ബൈ എ ആണ്. എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് V0 ആണ്. ദെയർഫോർ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് V0 ബൈ എ ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കൊടുക്കാം എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് വി വി പ്ലസ് V0. V0 പ്ലസ് വി എന്നുള്ളതും വി പ്ലസ് V0 എന്നുള്ളത് സെയിം ആണ്. ഹാഫ് ഇൻറ്റു വി പ്ലസ് V0 ഇൻറ്റു ടിക്ക് പകരം എന്ത് കൊടുക്കാം? വി മൈനസ് V0 ഇൻറ്റു
V0 ഡിവൈഡ് ബൈ എ. ഇത് നമുക്ക് നോക്കിയാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എക്സ് മൈനസ് x0 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ബൈ എ എന്ന് കിട്ടും. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും, എന്താണ് കിട്ടുക? 2 ഇൻറ്റു എ ഇൻറ്റു എക്സ് മൈനസ് x0 ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് v0 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 2 ഇൻറ്റു എക്സ് മൈനസ് x0 ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് v0 സ്ക്വയർ. ഇതിനകത്തുള്ള ആരാണ്? ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ആണ് ഇക്വേഷൻ 3. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ തേർഡ് ഇക്വേഷൻ ആണിത്. ഇത് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ. വെലോസിറ്റി റിലേഷൻ. ഓക്കെ, അപ്പൊ 3 ഇക്വേഷൻസ്. ഒന്ന് വി പ്ലസ് v0, വി ഇസ് ഈക്വൽ ടു v0 പ്ലസ് at. രണ്ടാമത്തെ എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു v0t പ്ലസ് ഹാഫ് at സ്ക്വയർ. മൂന്നാമത്തെ 2a ഇൻറ്റു എക്സ് മൈനസ് x0 ബൈ x0 ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് v0 സ്ക്വയർ. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ x0 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, x0 ഇസ് ഈക്വൽ ടു 0, t ഇസ് ഈക്വൽ ടു 0, x0 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഫസ്റ്റ് ഇക്വേഷന് v ഇസ് ഈക്വൽ ടു v0 പ്ലസ് at, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ വരുമ്പോ എന്ത് കിട്ടും? x ഇസ് ഈക്വൽ ടു x0 0 ആയിപ്പോയി. എന്താണ്? v0t പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന് കിട്ടും. മൂന്നാമത്തെ ഇക്വേഷനോ 2ax ഇസ് ഈക്വൽ ടു v സ്ക്വയർ മൈനസ് v0 സ്ക്വയർ. ഓക്കെ, നമ്മള് 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷനിലെ 3 ഇക്വേഷൻസ് ആണ്. 2 ഇക്വേഷൻസ് ഇത്, മൂന്നാമത്തെ ഇക്വേഷൻസ് ഇത്. 3 ഇക്വേഷൻസ്. ഓക്കെ.